ഇന്നത്തെ നമ്മുടെ ഈ ഒരു ഐറ്റം ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ 2 തക്കാളി എടുത്തിട്ടുണ്ട്. ആദ്യം നമുക്ക് ഈ തക്കാളി ഒന്ന് ആവി കയറ്റി എടുക്കണം. അതിന് വേണ്ടിയിട്ട് പുട്ടുകുറ്റിയിലേക്ക് തക്കാളി ചേർത്തിട്ട് ഇതൊന്ന് ആവി കയറ്റാനായിട്ട് വെക്കുകയാണ് കേട്ടോ. ഏകദേശം ഒരു 5 മിനിറ്റോളം ആവി കയറി കിട്ടുമ്പോഴേക്കും തക്കാളി നല്ലപോലെ വെന്ത് കിട്ടും. അപ്പോൾ 5 മിനിറ്റിന് ശേഷം ഞാനിത് എടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞെടുക്കാം. തൊലി കളഞ്ഞിട്ട് തണുത്തതിന് ശേഷം നമുക്കിതൊന്ന് അരച്ചെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് മിക്സിയുടെ ജാറിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് കട്ടയൊന്നുമില്ലാതെ നല്ല പോലെ ഒന്ന് അരച്ചെടുത്ത് മാറ്റി വെക്കാം. ഇനി ഒരു ബൗളിലേക്ക് 1 കപ്പ് മൈദ എടുക്കാം. അതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ കശ്മീരി മുളക് പൊടി, ആവശ്യത്തിനുള്ള ഉപ്പ്, പിന്നെ ഇതിലേക്ക് ചേർക്കുന്നത് 1/2 ടീസ്പൂൺ നല്ല ജീരകം, അതായത് ചെറിയ ജീരകമാണ്, 1/4 ടീസ്പൂൺ കരിഞ്ജീരകം. അതും കൂടെ ചേർത്തിട്ട് എല്ലാം കൂടെ നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മളിവിടെ അരച്ചു വെച്ചിട്ടുള്ള തക്കാളി ചേർക്കാം. ഈ തക്കാളി അരച്ചതും കൂടെ ചേർത്തിട്ട് നമുക്കിത് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ആവശ്യത്തിന് വെള്ളം കൂടെ ചേർത്തിട്ട് നമ്മൾ ചപ്പാത്തിക്കൊക്കെ മാവ് ഉണ്ടാക്കുന്ന രീതിയിൽ നല്ല പോലെ ഒന്ന് കുഴച്ചെടുക്കാം. ആദ്യം തക്കാളി അരച്ചത് ചേർക്കാം, എന്നിട്ട് വെള്ളം ചേർത്തിട്ട് പാകത്തിനുള്ള വെള്ളം ചേർത്തിട്ട് കുഴക്കാം കേട്ടോ. സാധാരണ പച്ചവെള്ളം തന്നെയാണ്. അപ്പം നല്ല പോലെ ഒന്ന് കുഴച്ചെടുക്കുകയാണ്. കുഴച്ച് കഴിഞ്ഞാൽ ഇതൊരു കൗണ്ടർ ടോപ്പിലേക്ക് മാറ്റിയിട്ട് നമുക്കിതൊന്നുകൂടെ ഒന്ന് സോഫ്റ്റാക്കി എടുക്കണം. കുറച്ച് മൈദ കൂടെ ചേർത്തിട്ട് അതിലേക്ക് ഇത് വെച്ച് കൊടുത്തിട്ട് നല്ല പോലെ ഒന്ന് സോഫ്റ്റാക്കി എടുക്കുകയാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും കൂടുതൽ വീഡിയോസിനായിട്ട് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. ഇനി നമുക്കിത് നല്ല പോലെ ഒന്ന് പരത്തി കൊടുക്കാം. അധികം തിന്നായിട്ടൊന്നല്ല കേട്ടോ, ചെറിയൊരു കട്ടിയിലാണ് പരത്തുന്നത്, നമ്മൾ ചപ്പാത്തിയൊക്കെ പരത്തുന്ന ആ ഒരു കട്ടിയിൽ. എന്നിട്ട് ഇതുപോലെ ചെറിയൊരു സ്റ്റീലിൻ്റെ ബൗൾ എടുത്തിട്ട് ഞാനിവിടെ ഇതുപോലെ കട്ട് ചെയ്തെടുക്കുകയാണ്. കണ്ടോ, ഇതുപോലെ നമുക്ക് ബാക്കിയുള്ളതൊക്കെ പരത്തിയിട്ട് കട്ട് ചെയ്തെടുക്കാം. ഇതിൻ്റെ വേസ്റ്റ് വരുന്ന ആ മാവുണ്ടല്ലോ, അതും നമ്മൾ അടുത്ത തവണ പരത്തിയെടുക്കുമ്പോൾ അതിൽ ചേർക്കാം കേട്ടോ. അങ്ങനെ എല്ലാ മാവ് കൊണ്ടും ചെയ്യാം. എന്നിട്ട് നമുക്കിത് ചൂടുള്ള എണ്ണയിലിട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഇത് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുമ്പോൾ എണ്ണ നല്ല ചൂടുണ്ടാവണം. അങ്ങനെയാണെങ്കിൽ ഇത് നല്ല പോലെ ഇങ്ങനെ പൂരി പോലെ പൊങ്ങി വരും. എന്നിട്ട് ചെറിയ തീയിൽ വെച്ചിട്ട് കുറച്ച് സമയം എടുത്തിട്ട് തന്നെ ഫ്രൈ ചെയ്തെടുക്കണം കേട്ടോ. എന്നാലേ നമുക്കിത് ക്രിസ്പി ആയിട്ട് സൂക്ഷിച്ച് വെക്കാനൊക്കെ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ സമയം എടുത്തിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. പെട്ടെന്ന് അങ്ങോട്ട് ഫ്രൈ ചെയ്താൽ കോരിയെടുക്കുന്ന സമയത്തൊക്കെ ക്രിസ്പിനെസ് ഉണ്ടാവും, പിന്നെ തണുത്തു പോകും കേട്ടോ. അപ്പോൾ ഇങ്ങനെ നമുക്ക് ഓരോ ബാച്ചായിട്ട് എല്ലാം ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ ഈ ഒരു സ്നാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് ഉണ്ടാക്കി സൂക്ഷിച്ച് വെക്കുകയാണെങ്കിൽ 1 മാസത്തോളം കേടുകൂടാതെ വെക്കാൻ പറ്റും കേട്ടോ. പരത്തിയെടുക്കുമ്പോൾ നല്ല തിക്കായിട്ട് പരത്തരുത്, നമ്മൾ ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കുന്ന ആ ഒരു കട്ടിയിൽ കേട്ടോ. എന്നാലേ നമുക്ക് നല്ല ക്രിസ്പി ആയിട്ട് ഇത് കിട്ടുള്ളൂ. അപ്പോൾ എല്ലാം ഇതുപോലെ ചെയ്തെടുക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ ഒരു പലഹാരം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ട്രൈ ചെയ്ത് നോക്കാം. ട്രൈ ചെയ്ത് നോക്കുന്ന സമയത്ത് ഫീഡ്ബാക്ക് അറിയിക്കാനും കൂടുതൽ വീഡിയോസിനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക്